ഇവിടെ നമുക്ക് നൈസ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. വില്ലയ്ക്കകത്ത് നമുക്ക് ചെറിയ നടക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ വീടാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഫോറസ്റ്റ് പോലെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. വില്ല ഒരു രക്ഷയില്ല കേട്ടോ, വിഷയ സാധനം. ഇത് നമ്മുടെ വൈറ്റ് ഫീൽഡ് വിൻഡ് മിൽസ് അങ്ങനെ പറയുന്നൊരു വില്ല കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്, ഒരു റിസോർട്ട് വൈബ് കേസ്. നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു വണ്ടി ഓടിക്കുന്നത്, അത്യാവശ്യം വലിയ വണ്ടി കേട്ടോ. ഇതല്ലാതെ ഇതിൽ വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടത്, അതായത് തുറക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു മിററുണ്ട് കേസ്. ബാക്കിലിരിക്കുന്നവരെല്ലാം കാണാൻ പറ്റുന്നൊരു വ്യത്യസ്തമായൊരു ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗേസ്. അങ്ങനെ നമ്മൾ രാവിലെ പാർട്ട് ടൈം വർക്കിന് വന്നിട്ടുണ്ട് ആസ് യൂഷ്വൽ. സംഭവം നമ്മളിന്ന് വന്നേക്കുന്ന ഒരു റിസോർട്ട് വൈബ് കിടിലം വില്ലയിലാണ് കേട്ടോ. വില്ലയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. സംഭവം എന്താണെങ്കിലും സെറ്റായിട്ടുണ്ട് ഗേസ്. ഞാൻ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് പിന്നെ ഇന്നേതാ വണ്ടിയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. നമ്മൾ പുതിയ പാസഞ്ചറാണ്, അപ്പോൾ പോയി നോക്കണം വണ്ടി ഏതാണെന്ന് അറിയാൻ. എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് മെയിനായിട്ട്. നമ്മൾ വന്നിട്ടുള്ള വില്ല സംഭവം രക്ഷയില്ല കേട്ടോ. ഫുള്ള് ചെടിയൊക്കെ നട്ട് സെറ്റായിട്ടുണ്ട്, റിസോർട്ട് വൈബുണ്ട് സംഭവം. നോക്കിയേ, ഇവിടെ അവിടെ എന്തോ ചെറിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമുക്ക് ഏത് വണ്ടിയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞൂടാ. ഇവിടെ നമുക്ക് നൈസ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നൈസ് പ്ലേ ഏരിയ ഉണ്ട്. അതേപോലെ ഇതാ അപ്പുറത്ത് കാണുന്നത് ലേക്കാണ്, ലേക്ക് വ്യൂ വില്ല സംഭവം. ഓ ഗായ്സ്, ഇതിലേതാ നമ്മുടെ വണ്ടി? ഓ ഗായ്സ്, കിടിലം വണ്ടി. ഒരു ഫോർച്യൂണറുണ്ട് ഇവിടെ, ഒരു ഫോർച്യൂണറുണ്ട്, അതേപോലെ ഒരു റേഞ്ച് റോവറുണ്ട്. നമ്മുടെ വില്ല 17 നമ്പർ. ഇതിന് നമ്പർ കൊടുത്തിട്ടില്ലല്ലോ. 17 നമ്പർ അങ്ങനെ കണ്ടുപിടിക്കും ഗൈസ്? കിയ സെൽട്ടോസ്. നമുക്ക് 17 നമ്പറാണ് ഗൈസ്. സാധാരണ ഇവിടെ 19 അവിടെ കൊടുത്തിട്ടുണ്ട്. 19 ഗൈസ്. അടുത്തതാണ് നമ്മുടെ വില്ല. അടുത്ത വില്ലയിൽ നിന്നാണ് നമുക്കിന്ന് ട്രിപ്പ്. അപ്പം ഇവിടെ ഏതൊക്കെയാണ് വണ്ടിയെന്ന് നോക്കട്ടെ ഗൈസ്. പൊളിക്കും ഇന്ന് ഞാൻ. ഇവിടെ ഒരു മഹേന്ദ്രയുടെ വണ്ടിയുണ്ട്, ടാറ്റ ഹാരിയറും ഉണ്ട് സെറ്റ്. ഏത് വണ്ടിയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞൂടാ. ഇത് തന്നെ ആയാൽ മതിയായിരുന്നു. നമ്മുടെ വില്ല അപ്പോൾ ഇത് തന്നെ. നമുക്ക് ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ പുള്ളി എന്താണെങ്കിലും കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ സീറ്റുണ്ട്, ഇവിടെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. സംഭവം സെറ്റായിട്ടുണ്ട് ഗേസ്, ഒരു രക്ഷയില്ല. പീസ് ഏരിയ വില്ല ഒരു രക്ഷയില്ല കേട്ടോ, വിഷയ സാധനം. ഇത് നമ്മുടെ വൈറ്റ് ഫീൽഡ് വിൻഡ് മിൽസ് അങ്ങനെ പറയുന്നൊരു വില്ല കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്, ഒരു റിസോർട്ട് വൈബ് കേസ് മൊത്തത്തിൽ. ഞാനിവിടെ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടൊരു വില്ല എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. സംഭവം എന്താണെങ്കിലും സെറ്റായിട്ടുണ്ട്. നിങ്ങളപ്പം ഇവിടെ നിങ്ങളെ മാക്സിമം നിങ്ങളെ വീഡിയോ കൂടെ കാണുമ്പോൾ എത്രമാത്രം അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ. ഞാൻ മാക്സിമം വീഡിയോ കൂടെ ആ സംഭവം കാണിച്ചു തരാൻ വേണ്ടി ട്രൈ ചെയ്യാം. വില്ലയ്ക്കകത്ത് നമുക്ക് ചെറിയ നടക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ വീടാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഫോറസ്റ്റ് പോലെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. ഈ സംഭവം കിടിലം മരങ്ങളൊക്കെ നട്ടു വെച്ചിട്ട് ഇതാ അപ്പുറത്തെ സൈഡിൽ കാണുന്ന ലേക്കാണ്. പിന്നെ അവരുടെ തന്നെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇതാ കാണുന്നതൊക്കെ ഈ വിൻഡ് മിൽസിൻ്റെ തന്നെ അപ്പാർട്ട്മെൻറ്റ്സാണ്. ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് ഇതാ അവിടെ അത് കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അതേപോലെ അത് ഓൾറെഡി കൺസ്ട്രക്ഷൻ കഴിഞ്ഞതാണ് അപ്പുറത്ത് കാണുന്ന സംഭവം. അവിടെ ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇന്ന് മിക്കവാറും ആ ഒരു XUV 500 ആവാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഇത്. സംഭവം അറിഞ്ഞുകൂടാ, ഹാരിയർ ആവുമോ എന്തോ. ഹാരിയർ ഞാൻ നോക്കിയിട്ട് അപ്പുറത്തെ വില്ലയിലാന്ന് തോന്നുന്നു. പിന്നെ അതാ ഇവിടെ ഈ ഒരു വില്ലയുണ്ട് യെസ്. ഇവിടെ BMW ഉണ്ട്, അത് സെറ്റായിട്ടുണ്ട്, അത് കൊള്ളാം കേട്ടോ യെസ്. ഇത് വില്ല എല്ലാം അങ്ങറ്റത്തുനിന്ന് ഇങ്ങറ്റം വരെ ഒരൊറ്റ ബിൽഡിംഗ് കേട്ടോ. ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ലാതുള്ളൊരു സെറ്റപ്പാണ്. അവിടെ കണ്ടോ ഗൈസ്, അവർ 3-4 പേരിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, ഇവിടെ പുതിയ നമുക്ക് ഇങ്ങനൊരു വെറൈറ്റി സംഭവം കാണാൻ പറ്റിയില്ലേ. ഇവിടെ നമുക്ക് പീസായിട്ടിരിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പെട്ടെന്ന് ഇപ്പം നമുക്ക് വണ്ടിയെടുത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റായിട്ടിരിക്കാം, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് പാസഞ്ചറെ എടുത്തിട്ട് ഇവിടെ ഡയറി സർക്കിൾ നമ്മുടെ MG റോഡ് അടുത്ത് നിംഷാസ് ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റലിൽ വന്ന കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി പാർക്കാക്കിയിട്ടു. നമ്മൾ XUV 500 എടുത്തിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സംഭവം ഇനി ഇവിടെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേസ്. അപ്പം ഞാൻ ഈ വണ്ടി കാണിച്ചു തരാം. ഈ വണ്ടിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നത്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. ഇവിടെ താഴത്തും പാർക്ക് ചെയ്യാനുള്ളതുണ്ട്. ആ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ, വലിയ ഹോസ്പിറ്റലാണ്. നമ്മളിവിടെയാണ് ഇതിൻ്റെ പാർക്കിങ് വരുന്നത്. നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു വണ്ടി ഓടിക്കുന്നത്, അത്യാവശ്യം വലിയ വണ്ടി കേട്ടോ, വലിയ വണ്ടി. ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ബാക്കിൽ വരുമ്പോഴത്തേക്ക് 2 സൈലൻസറുണ്ട് കേസ്. അത്യാവശ്യം വലിയ വണ്ടിയാണ്, പക്ഷേ ഓടിക്കുമ്പം വലിയ വണ്ടി ഓടിക്കുന്ന അങ്ങനെ ഒരു വലിയ സാധനം ഓടിക്കുക എന്നുള്ള ഫീലൊന്നുമില്ല. സാധാരണ കാർ പോലെ. നമ്മൾ ബാക്കി നോക്കിയാൽ 2 സൈഡിൽ സൈലൻസർ കാണാം. അതാണ് എനിക്ക് ഈ വണ്ടിയിലൊരു പ്രത്യേകത തോന്നിയത്. പിന്നെ നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് പോവുകയാണെങ്കിൽ ഇൻറ്റീരിയർ വരുമോ? ലോക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ലോക്ക് ഇട്ടില്ല കേസ്. ഇൻറ്റീരിയർ വരുമ്പം ഇതാ ഇങ്ങനെയാണ്.
സംഭവം സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം ഇത് കുറച്ച് പഴയ വണ്ടിയാന്ന് തോന്നുന്നു ഗൈസ്. ഇങ്ങനത്തെ ഒരു ഡാമേജ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്താണ് നമ്മൾ പെൺഡ്രൈവ് കുത്താനുള്ളൊരു സെറ്റപ്പ്. അത് വളരെ വ്യത്യസ്തമായൊരു സെറ്റപ്പ്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് കേട്ടോ ഈ വണ്ടിക്ക്. 6 സ്പീഡ് ഗിയർ ബോക്സ്. റിവേഴ്സ് നമുക്ക് മേളിലോട്ട്, റിവേഴ്സ് ഇടണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഇതിങ്ങനെ മേളിലോട്ടാക്കുക, അങ്ങ് കുറേ വൈഡ് പോവുക, ഇങ്ങനെ ആക്കുക, അപ്പോൾ റിവേഴ്സ് വീണു. നോർമൽ നമ്മളത് പൊക്കിയില്ലെങ്കിൽ ഫസ്റ്റ് ആവുള്ളൂ. അത് ചിലർക്ക് ഇതറിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ കാണിച്ചത്. മിക്കവാറും ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടി. ബാക്കിൽ നമുക്ക് ഏറ്റവും ബാക്കിൽ സീറ്റും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുഴപ്പമില്ല, നൈസൊരു വണ്ടി. പിന്നെ ഇവിടെ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതെന്ത് സാധനം? ഓക്കെ ഗൈസ്, പണ്ടത്തെ വണ്ടിക്കകത്ത് നമുക്ക് ഇത് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ബ്ലൂടൂത്ത് ഉണ്ടോ എന്തോ. പിന്നെ പഴയ വണ്ടിയാണെങ്കിലും ഇതാ ഗൈസ്, ക്രൂയിസ് കൺട്രോളൊക്കെ വരുന്നുണ്ട്. ഇതെന്ത് വോയിസ് അസിസ്റ്റൻസാ? ക്രൂയിസ് കൺട്രോൾ എന്താണെങ്കിലും ഉണ്ട് ഗൈസ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്. പിന്നെ പുറത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വൈപ്പർ ഇടല്ല, കീ ഇവിടെ പോയി. പിന്നെ നമുക്ക് ഫിസിക്കലായിട്ട് കുത്തിയിടണം, മറ്റേ സ്വിച്ചല്ല, വൈപ്പർ ഇടാം. പിന്നെ ഇത് അവിടെ നോക്കും, ഒരു കിടില ഫോർച്യൂണർ. പക്ഷേ ഫോർച്യൂണർ ഓടിക്കുമ്പോൾ സെറ്റാണ് കേട്ടോ. ഈ വണ്ടി ഓടിക്കുന്ന പോലല്ല. ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ബോണറ്റൊന്നും കാണുമില്ല. അത്യാവശ്യം ഒരു ചെറിയ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഫീലേ ഉള്ളൂ, പ്രത്യേകിച്ച് ബോണറ്റില്ല. പക്ഷേ ഫോർച്യൂണർ ഓടിക്കുമ്പോൾ നല്ല ഒരു വലിയ സാധനം എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. നമ്മൾ നല്ലോണം കിളന്നിട്ടായിരിക്കില്ല റോഡിൽ നമ്മൾ ആ വണ്ടി നിർത്തിയിടുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ വണ്ടി നമ്മുടേതാണെന്നൊരു ഫീല് നമുക്ക് തന്നെ വരും. പിന്നെ വേറെ ബസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാനില്ല, അത് വേറൊരു കാര്യം. അങ്ങനെയാണ് ഫോർച്യൂണറിൻ്റെ കാര്യം. ഇത് പക്ഷേങ്കിൽ നമ്മൾ ഓടിക്കുമ്പോൾ ചെറിയ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നൊരു സെറ്റപ്പ് തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ വണ്ടി ഫോർച്യൂണറാണോ ഇന്നോവ ഹൈക്രോസ് ആണോ എന്ന് അറിഞ്ഞൂടാ, ഇതിനാ വിലയെന്ന് അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ ഒന്നും കൂടെ കംഫർട്ട് ഇന്നോവ ഹൈക്രോസ് ആണ്. ഫോർച്യൂണർ നമ്മൾ ഹമ്പൊക്കെ ചാടുമ്പോൾ അറിയാം ഗൈസ്. ഫോർച്യൂണർ ഹമ്പൊക്കെ ചാടുമ്പോൾ എടുത്തറിയാം. ഇന്നോവയിലും അറിയാം, മിക്കവാറും എല്ലാ വണ്ടിയിലും ഹമ്പ് ചാടുമ്പോൾ അറിയാം. എന്നാലും ഒന്ന് സ്മൂത്തായിട്ട് ഇന്നോവയാണ് എനിക്ക് ഫീൽ ചെയ്തത്, ചാടിപ്പോന്നെ. ഇതിനും പുള്ളി പറഞ്ഞത് ഇവിടെ ഒരു 1.5 to 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശന്നിട്ടും മേലെ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഡയറി സർക്കിൾ MG റോഡ് അടുത്താണ്. MG റോഡ് നിങ്ങൾ ബാംഗ്ലൂർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ സ്ഥിരം പറഞ്ഞ് കേൾക്കുന്നുണ്ടിരിക്കുന്നത് എപ്പോഴും MG റോഡെന്ന്. ഗൈസ് MG റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബാംഗ്ലൂരിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗൈസ്. ബാംഗ്ലൂരിൽ എവിടെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. ഇപ്പം നമുക്ക് ദുബായിലാണെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലം ഷെയ്ഖ് സായിദ് റോഡ് അങ്ങനെ പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, എന്നാൽ എനിക്ക് ഉറപ്പില്ല. കൂടുതലും ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സ്ഥലം അതാണ്. അതേപോലെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലും MG റോഡുണ്ട്, അതാണെന്ന് തോന്നുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലം, റെൻറ്റ് കൂടിയ സ്ഥലം. ഇവിടെ എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും MG റോഡിൽ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പം ഞാൻ പുറത്ത് പോയി എന്താണെങ്കിലും ക്യാൻറ്റീനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ നോക്കട്ടെ ഫുഡ് കഴിക്കാൻ. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റൈസ് ബാത്തും ഒരു കോഫിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് ബാത്ത് കണ്ടിട്ട് തേഞ്ഞ സാധനമാണെന്ന് തോന്നുന്നു. സോയാബീനൊക്കെ ഉണ്ട് സംഭവം. ഇതെൻ്റെ ബാംഗ്ലൂരിലെ ദേശീയ ഭക്ഷണം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ക്യാൻറ്റീൻ വരുന്നത്. ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഇങ്ങനെ കുറേ വണ്ടികൾ അടുപ്പിച്ച് കിടക്കുന്നത് കാണുമ്പോൾ ഇതിലേതൊക്കെയാണ് ഞാൻ ഓടിക്കാത്തതെന്ന് നോക്കും ഗൈസ്. ഓടിക്കാത്ത വണ്ടി ഓടിക്കുമ്പോഴാണ് ഒരു സന്തോഷം. ഇതിൽ ഞാൻ അവിടെ ഒരു വോൾക്സ് വാഗൻ്റെ കാറുണ്ട്, അത് ഓടിച്ചിട്ടില്ല. ബാക്കി സ്കോർപ്പിയോ ഓടിച്ചിട്ടില്ല ഗൈസ്, പുതിയ മോഡൽ. പിന്നെ അതല്ലാതെ ഈ കിടക്കുന്നത് ഒട്ടുമിക്ക അതെല്ലാം ഓടിച്ച് കഴിഞ്ഞ്. ഗൈസ് ആ വണ്ടി ഓടിച്ചിട്ടില്ല കേട്ടോ. ഹുണ്ടായുടെ എല്ലാം ഞാൻ ഹുണ്ടായിൽ വർക്ക് ചെയ്തുകൊണ്ട് ഹുണ്ടായുടെ എല്ലാ മോഡലും ഓടിച്ചതാണ്. പിന്നെ അത് ഓടിച്ചിട്ടില്ല. ഫിയറ്റ് ഓടിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ എന്താണെങ്കിലും ഈ വണ്ടിയിൽ കയറി നൈസായിട്ട് ഇരിക്കാം. കീ വേണം പറ്റില്ല. ഈ വണ്ടിയുടെ ഡോർ ഹാൻഡിലും ഉണ്ടോ, ഒരു വളരെ വ്യത്യസ്തമായൊരു ഡോർ ഹാൻഡിലാണ്. സമാധാനമായി. ഇനി കുറച്ച് നേരം കിടക്കാം. നമ്മുടെ ഈ XUV 500 ഇല്ലേ, ഇതിൽ കുറേ ഹിഡൻ ഫീച്ചറുകളുണ്ട്. ഹിഡൻ ഫീച്ചറുകൾ ഞാൻ കാണിച്ചു തരാം. ഹിഡനല്ല, നമ്മൾ വേറെ വണ്ടികളിൽ കണ്ടിട്ടില്ലാത്ത കുറച്ച് വ്യത്യസ്തമായ ഫീച്ചറുകൾ. അതിലൊന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡ്രോ ഉണ്ട്. ഇത് നമ്മുടെ വണ്ടിയിലൊക്കെ കാണുന്ന നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാനുള്ളൊരു സംഭവം. ഇതല്ലാതെ ഇതിൽ വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടത്. ഇത് തുറക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു മിററുണ്ട് ഗൈസ്. ബാക്കിലിരിക്കുന്നവരെല്ലാം കാണാൻ പറ്റുന്നൊരു വ്യത്യസ്തമായൊരു ഒരു വെറൈറ്റി സാധനം. ഇങ്ങനൊരു മിററുണ്ട്. അതല്ലാതെ നമുക്കിതിൻ്റെ റിയറിലെ AC വെൻ്റ് വരുന്നത് നമ്മുടെ പില്ലറിലാണ്. നോക്കി, റിയർ AC വെൻ്റ് വരുന്നത് നമ്മൾ നോർമൽ കാറിനൊക്കെ ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ ഞാൻ ഇതേപോലെ പുതിയ മോഡൽ നമ്മുടെ ഹുണ്ടായി അയോണിക് 5 എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രിക് കാറുണ്ട്, അതിൽ ഞാനിതിങ്ങനെ കണ്ടിട്ടുണ്ട്. അത് പിന്നെ പുതിയ കാറിൽ, ഇത് പഴയ കാറിൽ അവർ ഈ ഒരു പില്ലറിൽ വരുന്ന സെറ്റപ്പ് AC വെൻ്റ് സംഭവം സെറ്റായിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ പില്ലറിൽ തന്നെയാണ് വരുന്നത്. അതല്ലാതെ പിന്നെ ഇതിൻ്റെ ഈ ഒരു സീറ്റ് ബെൽറ്റ് കണ്ടോ ഗൈസ്,
ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാ വണ്ടിയിലും ഉണ്ടോ എന്തോ, ഞാനിത് ഇപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതല്ലാതെ പിന്നെ ഇതാ ഗൈസ്, ഇവിടെ ഈ ഒരു സംഭവം കണ്ടോ, ഈ സംഭവം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഇതെന്തോ ഒരു ഫീച്ചറാണ്. ഇതെന്തിനാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതല്ലാതെ ഞാൻ ഇത്രയും പറഞ്ഞല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഫീച്ചറുകൾ ഞാൻ കാണാത്ത ഈ വണ്ടിയിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ വേറൊരു ഫീച്ചർ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ഈ ഒരു സാധനം കണ്ടില്ല, നമ്മുടെ ഈ ഒരു കൈവെക്ക, ഇത് നമ്മളിതായി ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഇതിലൊരു സ്വിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു ഡ്രോ കിട്ടും, ചെറിയൊരു സ്പേസ്. അത് അടച്ചിട്ട് ഇതിൻ്റെ ഇപ്പുറത്തുള്ളതിൽ പിടിച്ചിട്ട് പൊക്കുമ്പോൾ ദാ ഗൈസ് വലിയൊരു ഹോള്, അത് വലുതായി മാറിയിരിക്കുന്നു. സംഭവം സെറ്റായിട്ടില്ലേ? അങ്ങനെ ഈ വണ്ടിയിൽ കുറേ ഫീച്ചറുകൾ നിറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ മോഡലിൽ ഇതിനേക്കാളും കൂടുതൽ ഫീച്ചർ കാണും. പുതിയ നമ്മൾ ഓടിച്ചിട്ടില്ല. അപ്പം ഞാൻ കാണാത്ത എന്തെങ്കിലും ഫീച്ചർ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഈ സാധനം ഇതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്ന്. ഇപ്പം നമ്മളങ്ങനെ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മളെ പാസഞ്ചർ തിരിച്ച് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇനി മിക്കവാറും ഇവിടുന്ന് പുള്ളീനെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാതിരിക്കും, ആയാൽ മതിയായിരുന്നു. സംഭവം ഇപ്പോൾ സമയം 2:15 നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. കുറച്ച് ഓഫ് റോഡാണ് ഗൈസ്. ഓഫ് റോഡെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഇങ്ങനത്തെ വണ്ടി വെച്ച് കട്ടർ ചാടിക്കുന്ന ഇഷ്ടമാണല്ലോ. നമുക്ക് വലിയ കുഴി കൂടെ ഇറക്കാം. സംഭവം ചെറിയ ടാസ്ക്കുള്ളൊരു മണ്ണിൻ്റെ റോഡാണ് ഗൈസ്. പാർക്കിങ്ങിലേക്ക് കയറുന്നത് ഇതിൽ കൂടെ നമ്മൾ ചാടിച്ച് പോകണം. നൈസായിട്ട് കുഴപ്പമില്ല, അങ്ങനെ പൊക്കോളും. സ്റ്റിയറിംഗ് നമ്മൾ തന്നെ അങ്ങനെ പൊക്കോളും. ഇവിടെ നമ്മൾ കുറേ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ്. ഇവിടുത്തെ കുറേ വണ്ടിയുണ്ട്. കർണാടക ലോക്കൽസ് ആണല്ലോ കൂടുതലും, ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പാസഞ്ചറെ എടുത്തിട്ട് ഇവിടെ നമ്മളൊരു മാളിൽ വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം വേഗ സിറ്റി മാളാന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു നൈസ് പണി കിട്ടി ഗൈസ്. നമ്മുടെ പാസഞ്ചർ എൻ്റെ അടുത്ത് ഹിന്ദിയിലായിരുന്നു കേട്ടോ സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ഹിന്ദി അങ്ങനെ വലിയ വശമില്ല, പിന്നെ അറിയത്തില്ലെന്ന് അവരുടെ അടുത്ത് പറയണ്ടല്ലോ എന്ന് ഓർത്താൽ. ഹിന്ദി അത്യാവശ്യം കേട്ടാൽ അറ്റവും മുറിയൊക്കെ അറിയാം, എന്നാലും അത്ര പെർഫെക്റ്റ് അല്ല ഹിന്ദിയിൽ. ഞാനപ്പോൾ ഇയാൾ ബാക്കിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവർ 2 പേരുണ്ട് ബാക്കിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ മെട്രോ സ്റ്റേഷനിലാക്കാം, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് നീ അവിടുന്ന് മെട്രോ കയറി പൊക്കോളാം. അപ്പം ഞാനെന്താക്കി, അവിടെ ജയനഗർ മെട്രോ സ്റ്റേഷനിൽ പുള്ളി ലൊക്കേഷൻ ഇട്ട് തന്നു. മെട്രോ സ്റ്റേഷനിൽ കൊണ്ട് സൈഡാക്കി അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ചാർജറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി പോകാൻ തുടങ്ങാം. അപ്പോഴല്ലേ മനസ്സിലായത്. പുള്ളി എന്നിട്ട് എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ മെട്രോയിൽ കയറി പോവാം. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ അടുത്തല്ല, അതിൽ വേറെ 2 പേരില്ലായിരുന്നു പുറകിലുണ്ടായിരുന്ന വേറെ പുള്ളിയുടെ മോനാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്താണ്. ഞാൻ പറഞ്ഞു ഓക്കെ മെട്രോയിൽ ഇറങ്ങി പോകാമെന്ന്. എന്നിട്ട് ഞാനിപ്പം ആ പുള്ളീനെ മെട്രോയിലാക്കിയിട്ട് ഇവിടെ നമ്മൾ വണ്ടി വിട്ടിട്ടുണ്ട്. പക്ഷേ നൈസൊരു അബദ്ധം വരുന്നു ഗൈസ്. വണ്ടി നമ്മൾ സൈഡാക്കി നൈസായിട്ട് ഫുള്ള് സാധനമൊക്കെ എടുത്തിറങ്ങി. പുള്ളി വെച്ച് അവിടെ പോയേക്കുമെന്ന് പറഞ്ഞു വീട്ടിൽ. നമ്മുടെ വണ്ടി ഇത് അവിടെ ആയിട്ട് ഇട്ടേക്കുന്നത്. ഇവിടെ ഈ വണ്ടി കണ്ടോ ഗൈസ്, ഈ വണ്ടി കിടിക്ക് ഒരു രക്ഷയല്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല ഗൈസ്. വോൾക്സ്വാഗണിൻ്റെ ഒരു വെർട്ടസോ അങ്ങനെ എന്തോ പറയുന്നൊരു കിടിലൻ കാറാണ് കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്, നല്ല ലുക്കുണ്ട്. നമ്മുടെ വണ്ടി ഇത് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ കണ്ടോ ഗൈസ്, ഒരു ട്രിവാൻഡ്രം KL01 വണ്ടി കിടപ്പുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ കയറിയിരിക്കലാണ് ഇപ്പോൾ. ഇവിടെ എന്തോ പുള്ളീനെ വരാൻ എത്ര സമയം എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതുവരെ നമുക്ക് എന്താണെങ്കിലും ഇവിടെ നൈസായിട്ട് ചില്ലായിട്ടിരിക്കാം ഗസ്. ഈ വണ്ടിക്ക് എത്തിക്കണ്ടോ ഗസ്, കുറേ റെഡ് ലൈറ്റ് ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, മുമ്പേ കണ്ടില്ല. കീഴിടുന്നിടത്തൊരു ലൈറ്റ്, അതേപോലെ മേളിലൊരു ലൈറ്റ്, ബാക്കിലെല്ലാം ലൈറ്റ് ഉണ്ട്. നമുക്കിവിടെ ഇരിക്കാം. നമ്മുടെ ഫ്രണ്ടിലൊരു ഇത് കാറ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. സംഭവം ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ ഗസ്. നൈറ്റ് വന്നു കഴിഞ്ഞാൽ നൈസായിരുന്നു. ഇതാ അവിടെ ഒരു പട്ടി കിടപ്പുണ്ട് ഗൈസ്. ഇതാ കേട്ടോ, ഞാനിതിൻ്റെ അപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഫുള്ള് മരത്തിൻ്റെ കളിയാണ് കേട്ടോ. ഫുള്ള് ഒരു സെറ്റപ്പ് ഉണ്ട്, കൊള്ളാം പരിപാടിയുള്ള. ഫ്ലാറ്റിലൊക്കെ നമുക്ക് നിറയെ ചെടി മണ്ടക്കെല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പാസഞ്ചറെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പാസഞ്ചറെ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് ഇനിയിപ്പം നമുക്ക് റൂമിലേക്ക് പോകണമെങ്കിൽ ഊബർ ബുക്ക് ചെയ്യണം. ഊബറിൽ നമ്മൾ ബൈക്ക് ബുക്ക് ചെയ്താണ് പോകുന്നത്. അപ്പം നമ്മൾ ബുക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഊബർ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയില്ല കേട്ടോ. ഇന്ന് സാറ്റർഡേ ആയത് കാരണം ട്രാഫിക്കൊന്നുമില്ല, സെറ്റാണ് ഗൈസ്. ട്രാഫിക്കൊന്നും ഇല്ല, നമുക്ക് അടിച്ചു പൊളിച്ചു പോകാം. അയ്യോ ഗൈസ്, പറഞ്ഞപ്പോഴത്തേക്കും ട്രാഫിക്കല്ല കൊണ്ടുപോളി. ഇപ്പം നമ്മുടെ വൈദേഹി കോളേജിൻ്റെ ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂം എത്താൻ പോകുന്നു. അപ്പം വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെയായിരുന്നു ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പം ഓക്കെ, ബൈ ഗൈസ്.